ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് എൻ്റെ ഫസ്റ്റ് ലെങ്തി വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇൻഫോം മീ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഇല്ലുസ്ട്രേറ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതിൻ്റെ ഇൻ്റർഫേസാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ടൂൾ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മളൊരു ന്യൂ പേജ് എടുക്കുക. അതിനുവേണ്ടി ഫയലിൽ ന്യൂ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം അതിൽ ഡിഫോൾട്ടായിട്ട് A4 ഷീറ്റാണ് ഉണ്ടായിരിക്കുക, അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി അത് RGBയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് ഫയലിൽ മോഡ് RGB ആക്കുക. എന്താ വെച്ചാൽ നമ്മൾ CMYK എന്നുള്ള മോഡാണ് അതിൽ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അത് പ്രിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ശേഷം നമ്മുടെ ലോഗോ അതിലേക്ക് പ്ലേസ് ചെയ്യുക. അതിന് മൂവ് ടൂൾ അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ, അതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ആ ടൂൾ സെക്ഷനിലെ ഫസ്റ്റത്തെ ടൂളാണ് അത്. ഓക്കെ, ഇനി അതിന് ശേഷം അതിൻ്റെ മെയിൻ ടൈറ്റിൽ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടൈപ്പ് ടൂൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുക മിൽക്ക് ചോക്ലേറ്റ്. നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാനുവലി നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് ക്യാരക്ടേഴ്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലൈൻ വിഡ്ത്ത് ലൈൻ സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക. ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം ഇത് അപ്പർ കേസ് ആക്കാനായിട്ട് ടൈപ്പിൽ പോയിട്ട് ചേഞ്ച് കേസ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ അപ്പർ കേസ് എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അല്ലാതെ ഫുൾ ഇത് വീണ്ടും റീടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പർ കേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ടാവും. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് വീഡിയോയുടെ ഒപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത ശേഷം പിന്നെ ഞാൻ മാനുവലി റെക്കോർഡ് ചെയ്യുന്നതാണ് വോയിസ്. ഓക്കെ, എന്തെങ്കിലും തെറ്റുണ്ടെച്ചെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും അറിയാത്തതുണ്ടെച്ചെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി, ഞാൻ അതിന് റീപ്ലൈ തരുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് ക്യാരക്ടേഴ്സിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് ഓൾട്ട് പിന്നെ ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റ് ആരോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ടൈപ്പ് ചെയ്യുന്ന ഇതിൻ്റെ സബ് ഹെഡിങ് ആണ്. ഓക്കെ, ക്ലാസിക് മിൽക്ക് ചോക്ലേറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ടൂൾ എടുത്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ കളറും അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈ ഹോ എന്നുള്ള ഒരു ഫോണ്ടാണ്. അത് ഫ്രീ ഫോണ്ട് അല്ല, അതിൻ്റെ ഫുൾ വേർഷൻ പെയ്ഡാണ്. അപ്പോൾ ഇത് പേഴ്സണൽ യൂസിന് നമുക്ക് അതിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം കളറിൻ്റെ സെക്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ കാണിച്ച പോലെ തന്നെ കളർ സെക്ഷനിലോട്ട് പോവുക. അതിൻ്റെ വാല്യുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കളർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശേഷം സബ് ഹെഡിങ്ങിൻ്റെയും ഇതേപോലെ കളർ ചേഞ്ച് ചെയ്യുക. നമ്മൾ ടൈറ്റിൽ കൊടുത്തതിൻ്റെ ഒരു ലൈറ്റർ വേർഷനായിട്ടാണ് ഞാൻ സബ് ഹെഡിങ്ങിന് കളർ കൊടുക്കുന്നത്. ഓക്കെ, അതും ഇതേപോലെ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്യാം. ഈ ഒരു കവറിൻ്റെ ഈ ഒരു സെക്ഷൻ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക്
നിങ്ങൾക്ക് കാണാനായിട്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മേ ബി ഞാൻ ഇനി കണ്ടിന്യൂസ്ലി വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫയൽ എടുത്തിട്ടാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക. ഓക്കെ, ശേഷം നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പിലൊരു ന്യൂ പേജ് ഓപ്പൺ ചെയ്യുക. ഫയൽ ന്യൂ, അതിൽ അങ്ങനെയാണ് പോകേണ്ടത്. ഫയൽ ന്യൂ എന്നുള്ളതിലാണ് പോകേണ്ടത്, ഒരു ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിൽ പോയ ശേഷം ഈ കറണ്ട് ലെയർ, ബാക്ക്ഗ്രൗണ്ട് ലെയറാണ് ഇത് ഈ കാണുന്നത്. നമുക്ക് ഇതിന് മേലൊരു ചെറിയൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം. അപ്പോൾ ഗ്രേഡിയൻറ്റ് എന്ന് വെച്ചാൽ ഫുൾ വൈറ്റിനേക്കാൾ നല്ലത് എപ്പോഴും ഒരു കളറോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഗ്രേഡിയൻറ്റ് കളറോ ആണ് ബാക്ക്ഗ്രൗണ്ടിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ലെയർ സെക്ഷനിൽ പോയിട്ടാണ് ആ ഗ്രേഡിയൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഫുള്ളായിട്ട് കൊടുക്കേണ്ട, നമ്മൾ അതിൻ്റെ ഒരു ലേറ്റർ വേർഷനാണ് കൊടുക്കേണ്ടത്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറേ പ്രീസെറ്റ് കാണാം. നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണിച്ച അതേപോലെ നമ്മൾ ആ ഓറഞ്ച് സെക്ഷൻ്റെ വാല്യൂ നമ്മൾ ഇത്തിരി കുറച്ച് കൊടുക്കാൻ പോവുകയാണ്. ഓറഞ്ച് കളർ എന്നുള്ളത് മാറ്റിയിട്ട് വേറൊരു ലേറ്റർ കളർ, ഒരു ചോക്കോ കളറ് ലേറ്റർ ആയിട്ടുള്ളൊരു കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി അത് ചെയ്ത് വെച്ച് കളറാണ് ഞാനിപ്പോൾ വിസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്ത് വെച്ചിട്ടുള്ള ടൈറ്റിൽ, സബ് ടൈറ്റിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് വളരെ ഈസിയാണ്. നമ്മൾ രണ്ട് മെത്തേഡ് ചെയ്യാൻ പറ്റും. നമുക്കിത് സേവ് ചെയ്തിട്ട് കൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്കിത് കോപ്പി ചെയ്ത് ഈ നമ്മൾ ചെയ്ത് വെച്ച സംഭവം നേരെ ജസ്റ്റ് കോപ്പി ചെയ്യുക. സെലക്ട് ടൂൾ എടുത്ത് നേരെ സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ സി അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് കോപ്പി എന്നുള്ളത് ടൈപ്പ് ചെയ്താലും മതി. നോർമൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് കൺട്രോൾ സി ആണ്. കൺട്രോൾ സി ശേഷം ഫോട്ടോഷോപ്പിൽ കൺട്രോൾ വി. ഓക്കെ, ഇതിപ്പോൾ ലെയറിൻ്റെ ഏറ്റവും അടിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മേലെ നമ്മുടെ ഗ്രേഡിയൻറ്റ് ലെയർ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഭംഗിയിട്ട് കാണുന്നത്. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ഗ്രേഡിയൻറ്റ് ലെയർ എടുത്ത് താഴോട്ട് ആക്കുക. ഓക്കെ, പിന്നെ ആവശ്യാനുസരണം നമ്മളുടെ ടൈറ്റിലിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ആ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്. ആ സെലക്ഷനായി കിടക്കുന്ന ടൂൾ നോക്കിയാൽ മനസ്സിലാവും ഏതാണ് മൂവ് ടൂൾ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് നമുക്കത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു സ്പ്ലാഷ് ആയിട്ടുള്ള മിൽക്കിൻ്റെ ഒരു സ്പ്ലാഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് എല്ലാ മിൽക്ക് ചോക്ലേറ്റിൻ്റെ കവറിലും ഈ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കും, മിക്ക കവറിലും ഉണ്ടായിരിക്കും. ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, മിൽക്ക് സ്പ്ലാഷ് PNG എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അവൈലബിൾ ആയിട്ടുള്ള PNG ഫയൽസ് കുറേ വരും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ അതിന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചോക്ലേറ്റ് സ്പ്ലാഷ് PNG എന്നുള്ളത് സെർച്ച് ചെയ്താൽ ആ ഒരു ഡിസൈനും കിട്ടും. ആ ഒരു ഡിസൈനും നേരെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഉള്ള ഒരു കോർണറിൽ ഞാൻ ഒന്നല്ലെങ്കിൽ ഡാർക്കനാക്കുക, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഒരു ബ്ലറി ആയിട്ടുള്ള ഈ ഒരു ഡിസൈന്, ആ ചോക്ലേറ്റിൻ്റെ അതേ ഡിസൈൻ അവിടെ കൊടുക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് Ctrl+J എന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മളെന്ത് ചെയ്യുക,
നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഫിൽറ്ററിൽ ബ്ലർ എന്നുള്ള സെക്ഷനിൽ പോവുക. അതിന് ശേഷം ഏത് ബ്ലറും നമുക്ക് സെലക്ട് ചെയ്യാം. ഗോഷ്യൻ ബ്ലറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിന് വേണ്ട വാല്യുവേഷൻ കൊടുത്തിട്ട് നമ്മൾ എത്ര റേഡിയസ് വേണമെന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി അത് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ഡിസൈനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു എംബ്ലമാണ്. ഞാൻ ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റർ അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ശേഷം സൂം ഔട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ കവറ്. ഇതൊരു 75% ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി ഇത് നമ്മൾ ഒരു മോക്കപ്പിലേക്ക് പ്ലേസ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് ഫൈനൽ മോക്കപ്സ്. അപ്പോൾ ഈ മോക്കപ്പ് എങ്ങനെ കിട്ടുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോയുടെ താഴെ ഈ സൈറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഫ്രീ ആയിട്ടുള്ള മോക്കപ്സ് കിട്ടുന്നതാണ്. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യുന്നൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം സൈറ്റിൽ ഓടാൻ തന്നെ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ എൻ്റെ സിസ്റ്റം ഒന്ന് ക്രാഷായി. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റാണ് mockupsdesign.com എന്നുള്ള സൈറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മോക്കപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കാണിക്കുന്നത്. ഒരു PSD ഫയൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ആ PSD ഫയൽ ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക ചോക്ലേറ്റിൻ്റെ കവേഴ്സ്. ഓക്കെ, ഇനി ഇതിലെ ഫസ്റ്റ് ഡിസൈൻ ഫയലിൽ ആ കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡായി വരും. അപ്പോൾ അത് എക്സ്പാൻഡായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസൈൻ അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും അവരാ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കുക. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ചോക്ലേറ്റിൻ്റെ കവർ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തത് JPEG ഫയലിൽ സേവ് ചെയ്ത ശേഷം ഇതിലോട്ട് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. എങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു. അതാണിപ്പോൾ കാണുന്നത്. ഇനി ജസ്റ്റ് സേവ്, Ctrl+S മാത്രം കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫയൽ സേവായിട്ട് റീവറൈറ്റ് ആവും. ഇവിടെ ഇതിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. അവർ ആ ഒരു PSD ഫയൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. ഇതേപോലെ അതിൻ്റെ താഴത്തെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫയലും നമ്മൾ ഇതേ സെയിം മെത്തേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ളതാണ് ഈ കാണുന്നത്. ഞാൻ ഇതുവരെ ചെയ്ത മെത്തേഡിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇത് എനിക്കറിയില്ല, ഇതിൻ്റെ ഫസ്റ്റ് ലെങ്തി വീഡിയോ ആണ്. ഞാനിപ്പോൾ സൗണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം. ഓക്കെ, താങ്ക് യു.